Hi all. IBPMSിലൂടെ എങ്ങനെ ഒരു ബിൽഡിങ്ങിന്റെ കംപ്ലീഷൻ എടുക്കാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒത്തിരി ആളുകളായി ചോദിക്കുന്നു. അതിന്റെ സീരീസ് ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു പെർമിറ്റ് നമ്മൾ എങ്ങനെ IBPMSിലൂടെ എടുക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓൾറെഡി ഇപ്പോൾ ആൾക്കാരൊക്കെ ഓട്ടോ അല്ലെങ്കിൽ നമ്മുടെ മാനുവൽ മെത്തേഡിലൂടെ ഒക്കെ പലരും പ്ലാനുകളൊക്കെ സബ്മിറ്റ് ചെയ്ത് പെർമിറ്റ് മേടിച്ചിട്ടുണ്ട്, വർക്കുകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ പലരുടെയും വർക്കുകൾ കംപ്ലീറ്റ് ആയി, നമുക്ക് അതിന്റെ ഒക്യുപ്പൻസിക്ക് അപ്ലൈ ചെയ്യേണ്ട സമയമായി. അപ്പൊ അതില് ഒക്യുപ്പൻസി എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഇങ്ങനത്തെ സീരീസുകളിൽ 1, 2, 3, 4 പാർട്ടുകളിലൊക്കെ കൊണ്ടുപോകുന്നത്. അതിൽ ഒന്നാമത്തെ പാർട്ടില്, അതായത് ഈ വീഡിയോയിൽ പറയുന്നത്, നമ്മളൊരു പെർമിറ്റ് എടുത്തു. പെർമിറ്റ് എടുത്തതിന് ശേഷം കംപ്ലീഷന് പോകുമ്പോൾ അവിടെ 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാല് ഏരിയ എന്ന് പറഞ്ഞത് കൂടാം അല്ലെങ്കിൽ കുറയാം. അതായത് നമ്മൾ എടുത്ത പെർമിറ്റ് ഏരിയയെക്കാളും കൂടുതലായിട്ട് അവിടെ കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കുറവായിരിക്കും. കുറവാണെങ്കിൽ നോ ഇഷ്യൂസ്, നമുക്ക് നോർമൽ മെത്തേഡിലൂടെ നമുക്ക് ഞാൻ ഇനി പറയാൻ പോകുന്ന നോർമൽ ആയിട്ടുള്ള എങ്ങനെയാണ് നമ്മൾ ഒക്യുപ്പൻസി അല്ലെങ്കിൽ കംപ്ലീഷന് കൊടുക്കുക, ആ പ്രൊസീജിയർ ഫോളോ അപ്പ് ചെയ്യാം. അല്ല, ഏരിയ കൂടുതലുണ്ട്, നമ്മളിപ്പോ പെർമിറ്റ് എടുത്ത ഏരിയയെക്കാളും കൂടുതൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ ഇഷ്യൂ ഉണ്ട്. കാരണം എന്താ, പെർമിറ്റ് നമ്മൾ റിവിഷൻ ചെയ്യണം. അപ്പോൾ പെർമിറ്റ് റിവിഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളത് പലരുടെയും ചോദ്യമാണ്. അപ്പൊ പെർമിറ്റ് റിവിഷൻ ചെയ്തിട്ട് നമുക്ക് ഏരിയ കൂടുതലുള്ള ഏരിയക്ക് നമ്മൾ പെർമിറ്റ് റിവിഷൻ ചെയ്യണം. അതാണ് ഞാനിപ്പോ ആദ്യം പറയുന്നത്. ഓക്കെ, നമ്മൾ നോർമലി ഒരു ഡ്രാഫ്റ്റ് അപ്ലിക്കേഷനിൽ നമ്മൾ എന്താ ചെയ്യാറ്, അപ്ലൈ ഫോർ എന്നുള്ളിടത്താണ് പുതിയ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെ. സാധാ ജനറൽ ബിൽഡിംഗ് പെർമിഷൻ എന്നുള്ളത് നമ്മൾ എടുക്കുന്നു. തുടർന്ന് വരുന്ന വിൻഡോയില് നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണ് നമ്മളൊരു ഡ്രാഫ്റ്റ് ഫില്ല് ചെയ്യുന്നത് അതേപോലെ തന്നെ കംപ്ലീറ്റ് ഡാറ്റാസ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ ആ ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ ആ പ്ലോട്ടിന്റെ ഒക്കെ നമ്മൾ IBPMS ഡ്രോയിങ് പ്രിപ്പയർ ചെയ്തു, നമ്മളത് ഈ ഡ്രാഫ്റ്റ് ആപ്ലിക്കേഷനിലൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്തു. അപ്പൊ അതില് ഈ റിവൈസർ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് പ്രൊജക്ട് ഇൻഫർമേഷനിൽ. അവിടെയാണ് നമ്മുടെ ഇത് പെർമിറ്റ് റിവിഷൻ എന്നുള്ള പാർട്ട് വരുന്നത്. അപ്പൊ ഈ റിവൈസർ എന്നുള്ളത് യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ടാബുകൾ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഓൾറെഡി ആ പ്ലോട്ടിനെ അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിനെ പെർമിറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ പെർമിറ്റിന്റെ BA നമ്പർ നമുക്കറിയാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ റിവൈസർ കൊടുത്തതിന് ശേഷം നമ്മൾ അതിന്റെ ബിൽഡിംഗ് നമ്പർ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ഗോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രീവിയസ് ഫീസ് ഉൾപ്പെടെ കംപ്ലീറ്റ് കാര്യങ്ങൾ അതിൽ ഫിൽഡായി വന്നിട്ടുണ്ട്. അപ്ലിക്കന്റ് ഇൻഫർമേഷൻ എടുത്താലും എല്ലാതും നമുക്ക് ഓൾറെഡി ഫില്ലായിട്ട് വന്നിട്ടുള്ളത് കാണാം. അപ്പോൾ പിന്നെയൊക്കെ നമ്മുടെ സെയിം പ്രൊസീജിയർ തന്നെ ഫോളോ അപ്പ് ചെയ്യുക, വേറെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ റിവേഴ്സ്ഡ് കൊടുക്കുമ്പോൾ എക്സ്ട്രാ ഏരിയയ്ക്ക് മാത്രം നമ്മൾ അതിന്റെ പെർമിറ്റ് ഫീസ് അടയ്ക്കണ്ടോ. ഇതുവരെയുള്ള പെർമിറ്റ് എടുത്ത ഏരിയയ്ക്ക് നമുക്ക് പെർമിറ്റ് ഫീസ് അടയ്ക്കേണ്ടതില്ല. അപ്പോൾ ആരും മറക്കണ്ട, പ്ലാൻ റിവേഴ്സ് ചെയ്യണം എന്ത് ഏരിയ കൂടിക്കഴിഞ്ഞാൽ, ഏത് കംപ്ലീഷന്റെ സമയത്ത്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇതാണ് ഒന്നാമത്തെ പലർക്കുള്ള ഡൗട്ട്, എങ്ങനെ പെർമിറ്റ് റിവിഷൻ ചെയ്യാന്നുള്ളത്. ബാക്കിയുള്ള ഞാൻ പറയുന്നില്ല, സേവ് ചെയ്യുന്നു. സെയിം പ്രൊസീജിയറിലൂടെ നമ്മൾ എങ്ങനെയാണോ പെർമിറ്റ് എടുത്ത് അതേ പ്രൊസീജിയർ ഫോളോ അപ്പ് ചെയ്യുന്നു. നമ്മൾ പെർമിറ്റ് ഫീസ് ഒക്കെ ഓൺലൈനായിട്ട് അടച്ച് മുന്നോട്ട് പോകുന്നു. നിലവിൽ ഇപ്പോൾ പലരും ചോദിക്കും, സെൽഫ് ഡിക്ലറേഷൻ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ഇതുണ്ടോ എന്നുള്ളത്. അത് നിലവിൽ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല, വരുമായിരിക്കും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് റെഗുലറൈസേഷൻ ആണ്. റെഗുലറൈസേഷൻ മീൻസ് നമുക്ക് പെർമിറ്റ് ഒന്നും ഇല്ലാതെ വിത്തൗട്ട് പെർമിറ്റ് നമ്മൾ പണികൾ തുടങ്ങി, അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റെഗുലറൈസേഷൻ 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്ന്, നമുക്ക് ഒരു പുതിയതായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വിത്തൗട്ട് പെർമിറ്റ് നമ്മൾ പണിയാം, അല്ലെങ്കിൽ നമ്മളൊരു നിലവിലുള്ളൊരു വീടിന്റെ അതിന്റെ എക്സ്റ്റെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അഡീഷൻ ചെയ്യുകയോ ചെയ്യാം വിത്തൗട്ട് പെർമിറ്റ്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ റെഗുലറൈസേഷൻ ചെയ്യണം. അതാണ് അതിന്റെ പ്രൊസീജിയർ. സെയിം നമ്മൾ പ്ലാനുകളൊക്കെ വരയ്ക്കുന്നു, IBPMSന്റെ DCRലൂടെ നമ്മളത് മിനിമം എൻറ്റിറ്റീസ് എന്നുള്ള ഒരു കണ്ടീഷൻ നമ്മൾ വരച്ചെടുക്കുന്നു. അതൊക്കെ സെയിം പ്രൊസീജിയർ തന്നെയാണ്, അതവിടെ പറയുന്നില്ല. ഇതെങ്ങനെ കൊടുക്കാം, അപ്ലൈ ചെയ്യാന്നുള്ളത് മാത്രം ഞാനിവിടെ വീഡിയോയിൽ പറയുന്നുള്ള. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ വീഡിയോ തന്നെ കണ്ടിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ റെഗുലറൈസേഷൻ ചെയ്യേണ്ട കേസ് വന്നാൽ നമ്മൾ സാധാ പോലെ തന്നെ നമ്മൾ അപ്ലൈ ഫോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ ചെയ്തു വരുന്ന വിൻഡോയിൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിൽഡിംഗ് പെർമിറ്റും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിൽ നേച്ചർ ഓഫ് ഡെവലപ്മെന്റ് എന്നുള്ളത് നമ്മൾ റെഗുലറൈസേഷൻ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്താണ് റെഗുലറൈസേഷൻ? ഞാനത് ക്ലിക്ക് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് 1-2 ടാബും കൂടെ വന്നതായിട്ട് കാണാം. അതിലിത് കൺസ്ട്രക്ഷൻ സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്? പാർഷ്യലി കംപ്ലീറ്റഡ് ആണോ, അല്ലെങ്കിൽ അണ്ടർ കൺസ്ട്രക്ഷൻ ആണോ, കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തുള്ളത് അവിടെ കൊടുക്കാം. അതുപോലെ തന്നെ റെഗുലറൈസേഷൻ ടൈപ്പ് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇത് അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ ആണ്.
അപ്പോൾ അത്തരത്തിൽ രണ്ട് തരത്തിലാണ് പോസിബിലിറ്റി. ഒന്ന് അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ ആണ് നോർമലി നമ്മൾ പറയാ, നമ്മളൊക്കെ കൊടുക്കേണ്ടത് തന്നെയാണ്. ഇനി അല്ല അത് അഡീഷനോ എക്സ്റ്റൻഷനോ ആയിട്ടുള്ള കേസ് ആണെങ്കിൽ അത് നമുക്ക് പർട്ടിക്കുലർ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പിന്നീടുള്ളതൊക്കെ നമ്മുടെ നോർമൽ അപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് പെർമിറ്റ് എടുക്കുന്നത് അതേ പ്രൊസീജിയർ ഫോളോ അപ്പ് ചെയ്യാൻ. നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എത്രയാണോ പെർമിറ്റ് ഫീസ് അതിന്റെ ഡബിൾ ആയിരിക്കും നമുക്ക് ഇതിന്റെ ഫീസ് ആയിട്ട് കാണിക്കുക. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് ഒരുപാട് സംഖ്യ നമുക്ക് എമൗണ്ട് അടയ്ക്കേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ റെഗുലറൈസേഷൻ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് താങ്ങാവുന്ന അതിലാണ്, വലിയൊരു ഭാരമാണ് അതിൽ വരുന്നത്. അതുപോലെ തന്നെ പലരും ചോദിക്കുന്നുണ്ട് എങ്ങനെ പെർമിറ്റ് ഫീസ് ഇത്രയധികം വരുമ്പോൾ. പെർമിറ്റ് ഫീസ് കൂടുതലും വരുമ്പോൾ അത് ക്ലയന്റ് തന്നെ നേരിട്ട് അടയ്ക്കുന്ന രീതി ആണ് ഇപ്പൊ എല്ലാവരും റെക്കമെൻഡ് ചെയ്ത് വരുന്നത്. അതൊക്കെ ഓരോ ആളുകൾക്ക് ഏതാണോ അവർ കംഫർട്ടബിൾ എന്നുള്ള രീതിയിൽ അവർക്ക് ഫോളോ അപ്പ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് മെത്തേഡാണ് പെർമിറ്റ് റിവിഷനും അതുപോലെ തന്നെ പെർമിറ്റ് റെഗുലറൈസേഷൻ നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ആദ്യത്തെ റിവിഷൻ ചെയ്യണമെങ്കിൽ ഓൾറെഡി പെർമിറ്റ് ഉണ്ട്, രണ്ടാമത്തെ പെർമിറ്റ് ഒന്നുമില്ല. ആദ്യത്തെ ഡ്രാഫ്റ്റ് ന്യൂ അപ്ലിക്കേഷൻ പോലെ തന്നെ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുക. പിന്നെ എല്ലാതും നമ്മുടെ സെയിം പ്രൊസീജിയർ തന്നെ. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മുടെ പ്രീവിയസ് വീഡിയോയിലുണ്ട്, ഫില്ല് ചെയ്യേണ്ടതൊക്കെ. അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. ഈ രണ്ട് കൺഫ്യൂഷനുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നോട്ട് ചെയ്ത് പറയുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ് എന്ത്, എങ്ങനെ നമുക്ക് ഒക്യുപ്പൻസി എടുക്കാം. അതായത് നോർമൽ കണ്ടീഷനിൽ നമ്മളൊരു പെർമിറ്റ് എടുത്തു, ആ പെർമിറ്റ് ഏരിയ തന്നെ നമ്മൾ പണിതു, അല്ലെങ്കിൽ ഇച്ചിരി കുറവ് ഏരിയയിൽ അത് കൺസ്ട്രക്ഷൻ നിന്നു, അത് നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, കംപ്ലീഷനോ കൊടുക്കാം. അതാണ് നെക്സ്റ്റ് പാർട്ട്. സോ വാച്ച് ചെയ്യുക. ആവശ്യമുള്ള ആളുകളിലേക്ക് ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. താങ്ക്